നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്നത്തെ ചൊവ്വാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടി വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സാമ്പത്തികപരമായ മുന്നേറ്റം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെയൊക്കെ കർമ്മ ഫലത്താൽ മിക്കവാറും പല രീതിയിലുള്ള കടങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. ഹോം ലോണായിട്ടും അല്ലെങ്കിൽ വായ്പയായിട്ടും. സാധാരണക്കാർക്ക് ഒരു ആശുപത്രി ചിലവ് വന്നാൽ പോലും ചിലപ്പോൾ കടം വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. പലതരത്തിൽ നമുക്ക് കടങ്ങൾ വന്ന് ചേരാറുണ്ട്. ഇങ്ങനെയുള്ള വായ്പകൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കാൻ കാലാവധി കുറച്ച് കൂടുതൽ എടുത്തെന്നിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കായിട്ട് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന മുഹൂർത്ത നേരമുണ്ട്. എല്ലാ മാസത്തിലും ഈ മുഹൂർത്തം വരലുണ്ട്. മൈത്രേയ മുഹൂർത്തം. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയമായാണ് കണക്കാക്കപ്പെടുന്നത്. ലഗ്നം, ഗ്രഹം, നക്ഷത്രം എന്നിവയുടെ പ്രത്യേക സംയോജനത്തിലൂടെയാണ് ഈ മുഹൂർത്ത നേരം രൂപപ്പെടുന്നത്. മേടലഗ്നവും അശ്വതി നക്ഷത്രവും കൂടി ചേരുന്ന ദിവസവും വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രം കൂടി ചേരുന്ന ദിവസവും ഈ മൈത്രേയ മുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നുണ്ട്. മിക്ക മാസങ്ങളിലും ഒന്നോ അതിൽ കൂടുതലോ മുഹൂർത്ത നേരങ്ങൾ വരലുണ്ട്. നവംബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്ത നേരം വന്നിരിക്കുന്നത് നവംബർ 4 ചൊവ്വാഴ്ച. ആദ്യത്തെ മുഹൂർത്തം വന്നിരിക്കുന്നത് രണ്ടാമത്തേത് നവംബർ 21 വെള്ളിയാഴ്ച ദിവസമാണ്. എന്നാൽ ഇതിൽ പ്രധാനമായും ചൊവ്വാഴ്ച വരുന്ന മൈത്രേയ മുഹൂർത്ത നേരം വളരെ പ്രധാനപ്പെട്ടതാണ്. നവംബർ 4 ചൊവ്വാഴ്ച മൈത്രേയ മുഹൂർത്ത നേരം വരുന്നത് വൈകുന്നേരം 4:33 മുതൽ 6:09 വരെയുള്ള സമയത്താണ്. ഇതിൽ 5:10 മുതൽ 5:45 വരെയുള്ള സമയം അതീവ ഗുണകരമായ ഒരു സമയമാണ്. ഈ സമയത്ത് കടത്തിന്റെ ചെറിയ ഭാഗമെങ്കിലും തിരിച്ചടയ്ക്കുന്നത് ബാക്കിയുള്ള കടങ്ങൾ വേഗത്തിൽ അടച്ചു തീർക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതിനായിട്ട് ഈ മൈത്രേയ മുഹൂർത്ത നേരം വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ ട്രാൻസാക്ഷൻ ജിപേ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കൊടുക്കാൻ കുറച്ചെങ്കിലും കടം വീട്ടാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനി ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു സാധാരണ ഒരു കവർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതിൽ കൊടുക്കാനുള്ള തുക എത്രയാണ്, അത്രയും കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ ഏത് തുകയായാലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ₹1 നാണയവും അതിനോടൊപ്പം തന്നെ കുറച്ച് തുവരപ്പരിപ്പും കൂടെ വെക്കേണ്ടതാണ്. കാരണം ഇന്ന് ചൊവ്വാഴ്ച വന്നിരിക്കുന്നതിനാൽ മുരുകഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ധാന്യം ആയതിനാലാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം കൂടി ഉണ്ടെങ്കിൽ അതിൽ വെക്കേണ്ടതാണ്. ഇതെല്ലാം കൂടി കവറിലിട്ട് നിങ്ങൾ ഭദ്രമായി ഈ മുഹൂർത്ത നേരത്ത് തന്നെ എടുത്ത് വെക്കേണ്ടതാണ്. നിങ്ങളുടെ കടങ്ങളെല്ലാം തീർന്നു കിട്ടിയതായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ കവർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട്. എന്തായാലും ചൊവ്വാഴ്ച കൂടി വന്ന ഈ മുഹൂർത്ത നേരത്ത് നിങ്ങൾ ഇങ്ങനെ കവറിലിട്ട് നോക്കൂ. നിങ്ങളുടെ കടങ്ങൾ ഒന്നൊന്നായി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ അടുത്തതായിട്ട് ഇത് ചൊവ്വാഴ്ച മുരുകഭഗവാനെ വിചാരിച്ച് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടുന്നതിനായിട്ട് ഒരു 3 പിടി തുവരപ്പരിപ്പ് ഒരു ചെറിയ അടച്ചു വെക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ₹1 നാണയം നിങ്ങളുടെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് ഇനി പറയുന്ന നാമം 11 വട്ടം ജപിക്കുക. നാമം ഇതാണ്: ഓം ഭൗമായ നമഃ എന്ന് ജപിച്ചതിനു ശേഷം ഈ ₹1 നിങ്ങൾ തുവരപ്പരിപ്പിനകത്ത് വെക്കുക. എന്നിട്ട് ആ പാത്രം അടച്ച് നിങ്ങളുടെ പൂജാമുറിയിലോ അടുക്കളയിലോ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 48 ദിവസം ഇത് അതുപോലെ ഇരുന്നോട്ടെ. 48 ദിവസത്തിന് ശേഷം ഈ ₹1 നാണയം നിങ്ങൾ പണം വെക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. തുവരപ്പരിപ്പ് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ്. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്തു നോക്കൂ. എല്ലാവർക്കും മുരുകഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ.